ഹായ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്ന് പോകുന്നത് മൂന്നാറിൽ നിന്നും ഏകദേശം 14 കിലോമീറ്റർ അകലെയുള്ള ലോക്കാർട്ട് ടീ എസ്റ്റേറ്റിലാണ് കേട്ടോ. ടീ എസ്റ്റേറ്റിലല്ല, ടീ ഫാക്ടറിയിലേക്കാണ്. അവിടുത്തെ കാഴ്ചകളാണ് നമ്മളിനി കാണാൻ പോകുന്നത്. അപ്പോൾ ഇതാണ് 100 വർഷത്തിൽ കൂടുതൽ പഴക്കമുള്ള ബ്രിട്ടീഷ് നിർമ്മിതമായിട്ടുള്ള ടീ ഫാക്ടറി. ഹാരിസൺ മലയാളമാണ് ഇവിടുത്തെ ഇപ്പോഴത്തെ കരാറൊക്കെ ഏറ്റെടുത്തിരിക്കുന്നത്. ഇത് പൊതുവെ ഇംഗ്ലീഷുകാരുടെ കയ്യിലാണെങ്കിലും പാട്ടക്കരാർ എടുത്തിരിക്കുന്നത് ഹാരിസൺ മലയാളമാണ്. രാവിലെ 9:30 മുതൽ വൈകുന്നേരം 4 മണി വരെയാണ് ഫാക്ടറി സന്ദർശിക്കാനുള്ള ടൈമിംഗ്. നമുക്കിവിടെ വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ മുന്നിൽ നിന്ന് നല്ലൊരു വ്യൂ പോയിൻ്റൊക്കെ ആസ്വദിക്കാൻ പറ്റും. ദേ ആ കാണുന്നത് ചൊക്രമുടി വ്യൂ പോയിൻ്റാണ്. പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ വളരെ മനോഹരമായിട്ടുള്ള വ്യൂ തന്നെയാണ് ഈ ഫാക്ടറിക്ക് മുന്നിലുള്ളത്. മലനിരകളും ഇവരുടെ തന്നെ തേയിലത്തോട്ടങ്ങളും ഇതിന് മുന്നിൽ നിന്നാൽ നമുക്ക് ആസ്വദിക്കാൻ കഴിയും. ഇവിടെ വരുന്നവർക്ക് ഇവിടെ ഇരുന്ന് വ്യൂ ഒക്കെ ആസ്വദിക്കാൻ വേണ്ടിയിട്ട് ഒരു ബെഞ്ചൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. ബ്രിട്ടീഷ് നിർമ്മിത മിഷനറീസിൻ്റെ എന്തോ ഒരു വീലാണ് ഈ കാണുന്നത് രണ്ട് സൈഡിലും. എന്തായാലും ഇത് ഇരുമ്പ് കൊണ്ടല്ല ഉണ്ടാക്കിയിരിക്കുന്നത്, ഉരുക്ക് കൊണ്ടായിരിക്കും. അതുകൊണ്ടാണല്ലോ ഇത്രയും വർഷങ്ങളായിട്ട് നശിക്കാതെയൊക്കെ ഈ മണ്ണിലടിയിലായിട്ടും ഇരിക്കുന്നത്. രാവിലെ 9:20-നാണ് ഇവിടുത്തെ ഫസ്റ്റ് ഡ്യൂട്ടിയൊക്കെ ആരംഭിക്കുന്നത്. അതിനുശേഷം മാത്രമേ നമുക്ക് അകത്തേക്കൊക്കെ പ്രവേശനമുള്ളൂ. അതുപോലെ തന്നെ ഒരുപാട് തടിക്കഷ്ണങ്ങളൊക്കെ ഇവിടെ ഇരിക്കാൻ വേണ്ടി സെറ്റ് ചെയ്തിട്ടുണ്ട്. വെറുതെ ഒരു കൗതുകത്തിന് വേണ്ടി എടുത്ത വീഡിയോ ആണ് കേട്ടോ. ഹിൻവെയറിൻ്റെ ഒരു വാഷ് ബേസിൻ 1960-ലൊക്കെ അല്ലേ ഹിൻവെയർ കമ്പനി രൂപീകരിക്കുന്നത്. അപ്പോൾ അതിന് ശേഷമുള്ളതായിരിക്കും. ഈ ഫാക്ടറി ആവശ്യങ്ങൾക്കായി ബ്രിട്ടീഷുകാർ ഉപയോഗിച്ചു കൊണ്ടിരുന്ന കുതിരവണ്ടിയുടെ വീലും കാര്യങ്ങളൊക്കെ ഇപ്പോഴും ഇവിടെ കിടപ്പുണ്ട് കേട്ടോ. അതൊക്കെ മഴ നനഞ്ഞ് നശിച്ചു പോകാറായ അവസ്ഥയിലാണ്. ഇവിടെയുള്ള ഫാക്ടറികളിലും എസ്റ്റേറ്റ് റോഡുകളിലൂടെയും നിരന്തരം ഓടിക്കൊണ്ടിരുന്ന കുതിരവണ്ടിയുടെ വീലായിരിക്കും ഈ കാണുന്നത്. പക്ഷേ ഇതിനെയൊക്കെ എടുത്ത് മഴ നനയാതെ സൂക്ഷിച്ചിരുന്നെങ്കിൽ വരുന്നവർക്ക് ഒരു അത്ഭുത കാഴ്ച തന്നെയായിരിക്കുമായിരുന്നു. തേയില ഫാക്ടറി കാണിക്കാനാണ് ഞാനിവിടെ വന്നത്. പക്ഷേ നമുക്ക് അകത്ത് കയറാനുള്ള ടൈം ആയിട്ടില്ല. അതുകൊണ്ട് മാത്രമാണ് ഇവിടുത്തെ കാഴ്ചകളൊക്കെ നിങ്ങളെ കാണിച്ചു തന്നത്. ദേ ആ കാണുന്നതാണ് ഫാക്ടറിയുടെ വ്യൂ. വളരെ മനോഹരമായിട്ടുള്ള രീതിയിൽ ഫാക്ടറിക്ക് മുന്നിൽ പൂന്തോട്ടമൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ മുന്നിൽ കാണുന്ന മരങ്ങളൊക്കെ കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ വെച്ച് പിടിപ്പിച്ചതാണ്. അതിന് മുന്നേയുള്ള വ്യൂ വളരെ മനോഹരമായിട്ടുള്ള വ്യൂ തന്നെയായിരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫാക്ടറിക്ക് മുകളിൽ പോയി കഴിഞ്ഞാൽ കംപ്ലീറ്റ് ഏരിയ നമുക്ക് കവർ ചെയ്ത് കാണാൻ പറ്റും. പൊതുവെ ബ്രിട്ടീഷുകാർ അങ്ങനെ ആയിരുന്നല്ലോ. എവിടെ അവർ ബിൽഡിംഗ് പണി ചെയ്താലും അതിൻ്റെ മുന്നിൽ നല്ലൊരു വ്യൂ മസ്റ്റായിരിക്കും. ദേ ആ കാണുന്നത് ഇവിടുത്തെ ഫാക്ടറിയുടെ ഓഫീസാണ് കേട്ടോ. ഫാക്ടറിയുടെയും പിന്നെ നമ്മുടെ എസ്റ്റേറ്റിൻ്റെയൊക്കെ കണക്ക് കാര്യങ്ങൾ നോക്കുന്നത് ഈ ഓഫീസിൽ വെച്ചാണ്. ഈ ഫാക്ടറി കാണുമ്പോൾ നമുക്ക് മെയിനായിട്ട് മനസ്സിലാവുന്ന കാര്യം കംപ്ലീറ്റ് ജനാലകളാണ്. ഏത് തേയില ഫാക്ടറി എടുത്താലും അവിടെ കംപ്ലീറ്റ് ജനാലകളായിരിക്കും കൂടുതലും. അതിന് കാരണം എല്ലായിടത്തും എയർ സർക്കുലേഷൻ നടക്കാൻ വേണ്ടിയിട്ടാണ്. തേയില എസ്റ്റേറ്റിൽ നിന്നും തേയില പറിച്ച് ട്രക്കിൽ കയറ്റി ഈ ഫാക്ടറിയിൽ കൊണ്ടുവന്ന് ലീഫൊക്കെ കഴുകി ഇത്ര ടെമ്പറേച്ചറിൽ ഡ്രൈ ചെയ്ത് എല്ലാം മെഷീനറീസ് വെച്ചിട്ടാണ്. അപ്പോൾ ആ കാഴ്ചകളൊക്കെ നമുക്ക് അകത്ത് നിന്ന് കാണാം. 59 BC മുതലുള്ള തേയിലയുടെ പഠനങ്ങളെക്കുറിച്ചൊക്കെയാണ് ഇവിടെ എഴുതി വച്ചിരിക്കുന്നത്. ഇതൊക്കെ ഒരുപാട് നമുക്ക് പഠിക്കാനുണ്ട്. ഈ ഫാക്ടറി വിസിറ്റ് ചെയ്യാനുള്ള ടിക്കറ്റ് ചാർജ് എന്ന് പറയുന്നത് ഒരാൾക്ക് 250 രൂപയാണ്. ഈ ഫാക്ടറിക്കുള്ളിലെ കാര്യങ്ങളൊക്കെ നമ്മളെ പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടി ഒരു ഗൈഡിനെ കൂടെ നമുക്കൊപ്പം വിടുന്നതാണ്. ഫാക്ടറിക്കുള്ളിലെ സൗണ്ട് കാരണം നമുക്ക് ഗൈഡ് പറഞ്ഞു തരുന്ന കാര്യങ്ങൾ ഇതിൽ ഉൾപ്പെടുത്താൻ കഴിയില്ല. അതുകൊണ്ട് അകത്തെ കാഴ്ചകളൊക്കെ നിങ്ങളൊന്ന് കണ്ടോളൂ.
ഇതൊക്കെ സെക്കൻഡ് ക്വാളിറ്റി ഫസ്റ്റ് ക്വാളിറ്റിയൊക്കെ വേസ്റ്റ് വരുന്നത്. അത് വേസ്റ്റാണോ? വേസ്റ്റാണല്ലേ? അകത്ത് പോയിട്ട് നല്ലത് മോശമായിട്ട് നമുക്ക് കമ്പ്യൂട്ടർ ആണല്ലേ? ഓരോ ക്വാളിറ്റിയാണ് കേട്ടോ. അങ്ങനെ തേയില ഫാക്ടറിയുടെ കാഴ്ചകളെ കണ്ട് നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയിരിക്കുന്നു. എന്തായാലും നിങ്ങളീ കാണുന്ന വീഡിയോ തേയിലകളെക്കുറിച്ച് പരിചയപ്പെടുത്തുന്നതാണ് കേട്ടോ. ഗ്രീൻ ടീ, വൈറ്റ് ടീ, ബ്ലാക്ക് ടീ അങ്ങനെയൊക്കെ ഉള്ളവ. ഈ തേയില ഫാക്ടറി കാണാൻ വരുന്നവർക്ക് ആവശ്യമുള്ള തേയില വാങ്ങിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഇവർ ഒരുക്കിയിട്ടുണ്ട്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. കൂടാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.